Welcome to our YouTube channel, Winners of Media. ഈ വീഡിയോ മുഴുവനായും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാം മലയാളത്തിൽ എന്ന യൂട്യൂബ് ക്ലാസ്സിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോഷോപ്പിലും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഫോണ്ടുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്കിപ്പം ഫോട്ടോഷോപ്പ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ടൂൾസൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർക്കായിട്ട് എൻ്റെ എല്ലാ പുതിയ വീഡിയോയുടെയും അടിയിലായിട്ട് നമ്മുടെ പഴയ ക്ലാസ്സിൻ്റെ ലിങ്കുകളുണ്ട്. അത് നോക്കുക, അത് നോക്കി പഴയ ക്ലാസ്സുകൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇമേജുകളൊക്കെ ആവശ്യമായിട്ട് വരും, ഐക്കൺസുകൾ ആവശ്യമായിട്ട് വരും, അതുപോലെ ടെക്സ്റ്റ് ഫോണ്ടുകൾ ആവശ്യമായിട്ട് വരും, വെറൈറ്റി ഫോണ്ടുകൾ, വെറൈറ്റി കളറുകൾ. ഇതൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ശരിക്കും ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം. ഇതിൽ നമ്മൾ ഓക്കെ, ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമേജസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ കുറിച്ച് വേണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാം, ആ ഇമേജസ് ഒക്കെ നമുക്ക് കിട്ടും. അതിനകത്ത് ഇപ്പോൾ നമുക്കൊരു വാൾപേപ്പർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാൾപേപ്പർ HD കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാൾപേപ്പർ ആയിട്ടുള്ള ഇമേജസ് ഇവിടെ ഇതിനകത്ത് ഇമേജസ് പോവുക. ഇമേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള ഇമേജസുകൾ കിട്ടും. ഇതിനെയൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ജസ്റ്റ് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടെ നല്ല സൈസിലുള്ള വ്യൂ പറയാം 1024x768 നമുക്കിവിടെ വ്യൂ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല സൈസിൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇമേജിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഇമേജ് ഇൻ ന്യൂ ടാബ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് മുകളിലായിട്ട് നമുക്കതിൻ്റെ ഒരു പേജ് വരും. അതിനകത്ത് നമുക്ക് ഈ ഒരു ഇമേജ് കിട്ടും. ഈ ഇമേജിനെ ഇവിടുന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ഇമേജ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, BG എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഇതിലേക്ക് ഞാൻ ആ ഇമേജിനെ സേവ് ചെയ്യുന്നു. ഓക്കെ, 1. ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജിനെ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യുന്നത്. ഈ ഫോട്ടോയെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ഓപ്പൺ ഫയൽ, ഓപ്പൺ, അതിനുശേഷം നമ്മൾ BG എന്ന് പറയുന്ന ഫോൾഡറാണ് നമ്മൾ ചെയ്തിരുന്നത്. ആ BG ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇമേജ് നമുക്ക് വരും. ആ ഇമേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമ്മുടെ സ്ക്രീനിലേക്ക് വരികയും അത് നമുക്ക് കാണാൻ കഴിയും, എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇമേജിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടെക്സ്റ്റ് എഴുതാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ ക്ലാസ്സുകളിൽ. ഓക്കെ, അതൊന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു വെൽക്കം എന്ന് എഴുതുകയാണ്. ഓക്കെ, നമുക്കവിടെ ഫോണ്ട് സൈസ് ഒന്ന് മാറ്റിയിടാം. ഓക്കെ, വെൽക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് സെലക്ട് ചെയ്തു, ഒരു വലുപ്പത്തിലാക്കിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കെല്ലാം കാണാൻ പറ്റും. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഫോണ്ട് സൈസുകൾ കാണാൻ പറ്റും. ഇതുപോലെ ഓരോരോ ഫോണ്ടുകൾ നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ഉണ്ടാവും. ഇനി ഇതിലൊന്നും ഇല്ലാത്ത നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല നല്ല ഫോണ്ടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഞാൻ ഇത് മിനിമൈസ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ കൊടുക്കുക. മലയാളം ഫോണ്ടാണ് വേണമെങ്കിൽ മലയാളം ഫോണ്ട് കൊടുക്കുക, ഇംഗ്ലീഷ് ഫോണ്ടാണ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഫോണ്ട് കൊടുക്കുക. നമ്മളിപ്പം ഇംഗ്ലീഷ് ഫോണ്ട് കൊടുക്കാം. ഇംഗ്ലീഷ് ന്യൂ ഫോൺസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല ഇമേജസ് കിട്ടും. ഇവിടെ ഓൾ ആക്കി കൊടുക്കുക. നമ്മൾ മുമ്പ് ഇമേജസ് ആക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഇമേജസ് വരുന്നത്. ഇവിടെ ഓൾ ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ ഫ്രഷ് ഫോണ്ട് 101 ഫോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ? ഇതുപോലെ പല
രീതിയിലുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് വെഡ്ഡിംഗ് കാർഡുകൾക്ക്, വിസിറ്റിംഗ് കാർഡുകൾക്ക്, ബ്രൗഷറുകൾക്ക്, പോസ്റ്ററുകൾക്ക്, നോട്ടീസുകൾക്ക്, പല ആവശ്യങ്ങൾക്കും, ഇപ്പോൾ സിനിമ ടൈറ്റിൽസ് ആണെങ്കിൽ സിനിമ ടൈറ്റിലുകൾക്ക്, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല നല്ല ഫോണ്ടുകൾ, നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ഫോണ്ടുകൾ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇതുപോലെ കുറേ ഫോണ്ടുകൾ, ഇതിനകത്ത് ഓരോരോ പേജുകളൊക്കെ നമ്മൾ നോക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഏത് ഫോണ്ടിനെ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇമേജ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത് ഗൂഗിളിലാണ്, ഇൻ്റർനെറ്റിലാണ്. ഇതിനെ നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ആവശ്യമായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫോൾഡറായിട്ട് ഡൗൺലോഡ് ആക്കി കിട്ടും. അതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ഇൻ ഫോൾഡർ കൊടുക്കുക. നമ്മുടെ ഡൗൺലോഡ്സിൽ ഒരു ഫോൾഡറായിട്ടുണ്ടാവും. ഈ ഫോൾഡറിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഏത് ഫോൾഡറിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഇനി അതല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് ഇത് ഒരു റാർ ഫയൽ, അതായത് സിപ്പ് ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്, അതിനൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ഫയൽ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കത് ക്യാപ്റ്റൻ ജാക്ക് ഡെമോ, അതായത് അതാണ് എൻ്റെ ഫോണ്ടിൻ്റെ പേര്. അത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഫോണ്ട് കിട്ടും. അതിന് ജസ്റ്റ് ഒന്ന്, ഇതാണ് നമ്മുടെ ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് എന്ന് പറയുന്നത്. അതിന് ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവും. ഇനി നമുക്ക് നോക്കാം, ഇതിൻ്റെ പേര് ക്യാപ്റ്റൻ ജാക്ക് ഡെമോ അല്ലേ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോട്ടോഷോപ്പിൽ ഞാൻ ഈ ടെക്സ്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തു. ഇതിന് ഇവിടെ ഒരു ഫോണ്ടിൽ ക്യാപ്റ്റൻ, ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ആ ഫോണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കളറൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോണ്ടുകളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് ഫോണ്ടുകൾ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വേറൊരു, ഇപ്പം നമ്മൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഹെൽപ്പ് ആവശ്യപ്പെടാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ എടുക്കുക, ഇതിലേക്ക് എത്ര ഫോൺസ്, വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള ഫോണ്ടുകൾ വേണോ ആ ഫോണ്ടുകൾ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് ന്യൂ ഫോൺസ് കൊടുത്തു. അത് ഫസ്റ്റ് വൺ ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലത് സൈഡിലായിട്ട് ഡൗൺലോഡ് കിടപ്പുണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഈ ഫോണ്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഷോ ഇൻ ഫോൾഡറിലേക്ക് ഇവിടുന്ന് നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. സിപ്പ് ഫയൽ ആയതുകൊണ്ടാണ് അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട്, ആ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഇവിടെ വരുന്നുണ്ട്. ഇതിനെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ഫോണ്ട്. ഫോണ്ടിന് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ലാൻഡ്സ്ലോട്ട് എന്ന് പറയുന്നതാണ് ഫോണ്ട്. ഇങ്ങനെ സിനിമ പോസ്റ്ററുകൾക്ക് ഇങ്ങനെ വെറൈറ്റി ഫോണ്ടുകൾ നമുക്ക് നെറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ടുള്ള വിസിറ്റിംഗ് കാർഡുകളും ബ്രൗഷറുകളും വെബ് പേജുകളും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഓൾറെഡി ഇൻസ്റ്റാളായി. നമുക്കിതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പേര് നമ്മളൊന്ന് കൊടുക്കുക. അതിൻ്റെ പേരെന്ന് പറയുന്നത് ലാൻഡ്സ്ലോട്ട്. ഓക്കെ, അപ്പോൾ എല്ലൊന്ന് പ്രസ് ചെയ്താൽ മതി. ലാൻഡ്സ്ലോട്ട് സ്ക്രിപ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത്. ഇത് ഈ രീതിയിൽ നമുക്ക് ഏത് ഫോണ്ടിനെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വെറൈറ്റീസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനിയും നമുക്കെല്ലാം തന്നെ അറിയാം, ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം അക്ഷരങ്ങളും വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. അത് മലയാളത്തിനായിട്ട് നമ്മൾ ISM എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ISM ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതല്ലാതെ കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ കുറേ പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മൾക്ക് ചെയ്യേണ്ടി വരും. അതല്ലാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഒരു ഹെഡിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബാനറുകളോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പവഴിയുണ്ട്. അത് കാണിച്ചു തരാം. അതിന് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യേണ്ടത്, മലയാളം ഫോണ്ടുകൾ കിട്ടും. ഓക്കെ, നമ്മൾ കൊടുത്തു. ഇവിടെ നമുക്ക് ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് മലയാളം ഫോണ്ടുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മലയാളം, ഓക്കെ, മലയാളം ഫോണ്ട്സ് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറേ മലയാളം ഫോണ്ടുകൾ കിട്ടും. പിന്നെ അറിയാവുന്നുണ്ടെങ്കിൽ MLTT, കാർത്തിക, രേവതി ഇങ്ങനെയൊക്കെ അറിയാവുന്ന ഫോണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ് പേര് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ മലയാളം ഫോണ്ടുകൾ, MLTT രേവതി, MLTT ആതിര, ഇതെല്ലാം നമുക്ക് പല രീതിയിലും ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഫോണ്ട് സൈസുകൾ, ഫോണ്ട് ഫാമിലീസ് പറഞ്ഞതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഫോണ്ട് ഫാമിലിയാണ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് MLTT രേവതി, ജസ്റ്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് MLTT രേവതി എന്നുള്ള ആ ഒരു
ഫോണ്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. MLTT. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുക, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ടാണ് MLTT കാർത്തിക. നമുക്കൊന്ന് നോക്കാം. MLTT കാർത്തിക, ഇതാണ് നോർമൽ ഫോണ്ട്. ഓക്കെ, MLTT കാർത്തിക. ഇതൊക്കെ ഓരോരോ പേരുകളുണ്ട്. മലയാളം ഫോണ്ട് എന്ന് കുറേ കിട്ടും. ഇപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കുറേ ഫോണ്ടുകളും രീതികളും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ. ഇവിടെ കാണാൻ പറ്റും MLTT കാർത്തിക എന്ന് നമ്മൾ ചെയ്ത പോലെ തന്നെ റൈറ്റ് ബട്ടൺ ഷോർട്ട്. അതായത് ഡൗൺലോഡ്സിനകത്ത് വന്നിട്ടുണ്ടാവും. ആ ഡൗൺലോഡ്സിനകത്ത് നമ്മൾ അതിനെ ആ ഒരു സിഫ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ MLTT കാർത്തിക എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ സെയിം വേയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്ലേസ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ ഫോണ്ട് ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ടൈപ്പ് ചെയ്യാതെ എങ്ങനെ നമുക്ക് എടുത്ത് നമ്മളൊരു ആവശ്യത്തിന് യൂസ് ചെയ്യാം എന്നുള്ളതിന് ഞാൻ പറയുന്നത് നോക്കുക. നമ്മൾ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ചാർ മാപ്പ്, അതായത് ക്യാരക്ടർ മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതുപോലെ MLTT കാർത്തിക എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്വാഗതം എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഗ്രാഫിക് ഡിസൈനിങ് എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് പല ക്യാരക്ടറുകളൊക്കെ നമുക്ക് തപ്പിയെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ആദ്യമേ ഇപ്പോൾ വേണ്ട, നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ളതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിനെ കൊടുത്ത് നമുക്ക് ഗ്രാഫിക് ഡിസൈനർ എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പേസ് കൊടുക്കാം. ഇവിടെ നമ്മൾ അടുത്തത് ഓക്കെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഇതിലേക്ക് വന്നോളും. ഓക്കെ, ഡിസൈനറിൻ്റെ ഒരു ഇതുണ്ട്. അതിൽ നമുക്ക് ഒരു ഡിസൈൻ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് പോവുക. ഫോട്ടോഷോപ്പിൽ നമ്മൾ മുമ്പേ കൊടുത്തതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുക. അതിനുശേഷം ഇത് താഴെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുക. കൊടുത്തു നമ്മൾ ഇതിനകത്തേക്ക് അതിനെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പേസ്റ്റ് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പം നമുക്കറിയാം, നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു ഭാഷയിലൊക്കെ ആയിരിക്കും വരിക. സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ MLTT എന്ന് കൊടുക്കുക, MLTT കാർത്തിക. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ മലയാളം ഫോണ്ട് കിട്ടും. നമുക്ക് Ctrl+T ഒക്കെ കൊടുത്തിട്ട് ഇതിനെ ചെറുതാക്കിയൊക്കെ എടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ പഠിച്ച എല്ലാ എഫക്റ്റുകളും നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്ലെൻഡിങ് ഓപ്ഷനുകളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം. അതിനകത്ത് സ്ട്രോക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഗ്രാഫിക് ഡിസൈനർ. അതുപോലെ തന്നെ നമുക്ക് ഫോണ്ടുകൾ ചെയ്യുന്ന പോലെ തന്നെ ഐക്കൺസുകൾ കിട്ടും. ഐക്കൺസ്, എന്ത് ഐക്കൺസ്, ഇപ്പോൾ ഫോൺ ഐക്കൺസ് ആണെങ്കിൽ ഫോൺ ഐക്കൺസ്, ഓക്കെ, ഫോൺ ഐക്കൺസ്, ഇതുപോലെയുള്ള ഇമേജസ്, ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഇമേജിനെ കട്ട് ചെയ്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഐക്കൺസ്, ഹോം ഐക്കൺസ്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇതുപോലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇമേജ് ഇൻറ്റു ടാബ് കൊടുത്ത് ഇതുപോലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇവിടുന്ന് സേവ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് സേവ് ഇമേജ് കൊടുത്ത് BGയിലേക്ക് കൊടുക്കും. പിന്നെ കളർ പാറ്റേൺ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇന്ന് അവൈലബിൾ ആണ്. നമുക്കതൊക്കെ നല്ല ഡിസൈനുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പം നല്ല ഷെയ്ഡിങ്ങുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കളർ ഷെയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റും. കളർ ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ഇമേജസ് ആണ് ഇതൊക്കെ. കളർ ബാക്ക്ഗ്രൗണ്ട്, ഗ്രീൻ ഷെയ്ഡിങ്, BG, ഓക്കെ, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും നിങ്ങൾ ഇതുപോലെയുള്ള ഇൻ്റർനെറ്റ് വഴി നല്ല നല്ല ഫോണ്ടുകളും നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകളും
നല്ല രീതിയിലുള്ള ഐക്കണുകളുമൊക്കെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ വിസിറ്റിംഗ് കാർഡുകളും ബ്രൗഷറുകളും ഫ്ലെക്സ് ബോർഡുകളും സിനിമ പോസ്റ്ററുകളും ഒക്കെ ഡിസൈൻ ചെയ്ത് നോക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട് ചെയ്തെടുക്കുവാനും നല്ലൊരു ഗ്രാഫിക് ഡിസൈനറായി മാറുവാനും സാധിക്കും. നെക്സ്റ്റ് നല്ലൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരെ ബൈ.